ഇംഗ്ലീഷ് ഭാഷയിലെ ഫെയിം ഈസ് ദ പെർഫ്യൂം ഓഫ് ഹീറോയിക് ഡീഡ്സ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രശസ്തി ധീരമായ കൃത്യങ്ങളുടെ സമ്മാനമാണ്, ഫലമാണ് എന്ന് നാം പറയും. നാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോക ചരിത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്ന ഒരു മഹാപുരുഷനെ പറ്റിയാണ്. അലക്സാണ്ടർ ചക്രവർത്തി BC 356 മാസിഡോണിയയിലാണ് ഫിലിപ്പ് രാജാവിൻ്റെ മകനായിട്ട് അലക്സാണ്ടർ ജനിച്ചത്. കഴിഞ്ഞ 2200 വർഷമായിട്ട് നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തിയെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയെപ്പറ്റി നമ്മൾ പറയുകയും ചർച്ച ചെയ്യാറുമുണ്ട്. നെപ്പോളിയൻ ചക്രവർത്തി ലോക ചരിത്രത്തിലെ വലിയ 7 ക്യാപ്റ്റന്മാരുടെ കൂടെ ഒന്നാമനായിട്ട് കൂട്ടിയിരിക്കുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയെ ആണ്. ഹാനിബാൾ, ചെങ്കിസ് ഖാൻ, ജൂലിയസ് സീസർ, ഫ്രെഡറിക് ദി ഗ്രേറ്റ്, ഇങ്ങനെ 7 ക്യാപ്റ്റന്മാരെ പറ്റിയാണ് നെപ്പോളിയൻ പറഞ്ഞിട്ടുള്ളത്. അലക്സാണ്ടർ ചക്രവർത്തി നന്നേ ചെറുപ്പത്തിലെ തന്നെ തൻ്റെ മിടുക്ക് കഴിവ് തെളിയിച്ചിരുന്നു. ഒരിക്കൽ ഫിലിപ്പ് രാജാവിന് ബ്യൂസിഫാലസ് എന്ന് പറയുന്ന ഒരു കുതിരയെ ഒരാൾ സമ്മാനിക്കുകയുണ്ടായി. എന്നാൽ ആ കുതിര ആർക്കും വഴങ്ങുകയില്ലാത്തൊരു കുതിരയായിരുന്നു. ഇത് കണ്ട അലക്സാണ്ടർ ഓടിച്ചെന്ന് ഈ കുതിരയെ മെരുക്കിയെടുത്തു. ഇത് കണ്ട ഫിലിപ്പ് രാജാവ് അവനെ അഭിനന്ദിക്കുകയും, നിനക്ക് ഈ മാസിഡോണിയ രാജ്യം പോരാ, ഒരു വലിയ രാജ്യം നീ വെട്ടിപ്പിടിക്കും എന്ന് അഭിനന്ദിച്ച് പറയുകയുണ്ടായി. അലക്സാണ്ടർ ചക്രവർത്തിയെ പഠിപ്പിച്ചത് വിശ്വപ്രസിദ്ധനായ തത്വജ്ഞാനി അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറിനോട് പറയുകയുണ്ടായി, യു ഷുഡ് ലീഡ് എ വർത്തി ലൈഫ്, ഒരു വർത്തി അനുയോജ്യമായ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ പഠിക്കണം, അങ്ങനെ ജീവിതം നയിക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ അലക്സാണ്ടറിന് പറഞ്ഞു കൊടുത്തത്. അലക്സാണ്ടറിനെ സ്വാധീനിച്ച മറ്റൊരു ഗുരു തത്വജ്ഞാനിയായ ഡയോജനിസ് ആയിരുന്നു. നമുക്കറിയാം, ഡയോജനിസ് പണ്ടുകാലത്ത് നട്ടുച്ചയ്ക്ക് വിളക്കുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. സത്യം കണ്ടെത്താനായി നട്ടുച്ചയ്ക്ക് വിളക്കുമായി ഇറങ്ങി പുറപ്പെട്ട തത്വജ്ഞാനിയായിരുന്നു ഡയോജനിസ്. ഒരിക്കലും അലക്സാണ്ടർ ഡയോജനിസിൻ്റെ മുൻപിൽ നിന്നപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചു, ഡയോജനിസിന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഡയോജനിസ് പറഞ്ഞത്, എൻ്റെ മുൻപിൽ വെളിച്ചം മറയ്ക്കാതെ ഒന്ന് മാറി നിന്നാൽ മതി എന്നാണ് ഡയോജനിസ് പറഞ്ഞത്. അപ്പോൾ അലക്സാണ്ടർ പറയുകയുണ്ടായി, ഞാൻ അലക്സാണ്ടർ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഡയോജനിസ് ആകാനാണ് ഞാൻ കൊതിക്കുന്നത് എന്ന് അലക്സാണ്ടർ പറയുകയുണ്ടായി. അലക്സാണ്ടർ ചക്രവർത്തി 19 വയസ്സിൽ രാജാവായി. 13 വർഷം മാത്രമാണ് അദ്ദേഹം രാജാവായിട്ടിരുന്നത്. 32ാമത്തെ വയസ്സിൽ മരിച്ചു. 19ാമത്തെ വയസ്സിൽ രാജാവായി, 32ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. വെറും 13 വർഷം മാത്രമാണ് അദ്ദേഹം രാജാവായിട്ടിരുന്നത്. എന്നാൽ ഈ 13 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം ലോകത്തിൻ്റെ പകുതിയോളം വെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. ആദ്യമായി ഗ്രീസിലെ ചുറ്റുമുണ്ടായിരുന്ന തെസാലി, തീബസ്, ഇലീറിയ മുതലായ സ്ഥലങ്ങളൊക്കെ കീഴടക്കി. പിന്നീട് അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചു. ഡേറിയസ് രാജാവിനെ തോൽപ്പിച്ചു. സംഖ്യാബലം കൊണ്ട് രാജാവ് മുന്നിലായിരുന്നെങ്കിലും അലക്സാണ്ടർ തന്ത്രപൂർവ്വം ഡേറിയസിനെ പരാജയപ്പെടുത്തി. എങ്കിലും ഡേറിയസിൻ്റെ അമ്മയോടും ഭാര്യയോടും കുട്ടികളോടുമൊക്കെ വളരെ മാന്യമായിട്ടാണ് അലക്സാണ്ടർ പെരുമാറിയത്. പിന്നീട് അദ്ദേഹം സിറിയ, ഈജിപ്റ്റ്, പാലസ്റ്റൈൻ മുതലായ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുകയുണ്ടായി.
യൂറോപ്പ് മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഏഷ്യയിലേക്ക് വന്നത്. ഏഷ്യയിലെ ഇന്ത്യ വരെ വന്നു. ഇൻഡസ് നദി കടന്ന് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് എന്ന് പറയുന്ന യുദ്ധത്തിൽ വെച്ച് പോറസ് രാജാവിനെ പരാജയപ്പെടുത്തിയുണ്ടായി. എന്നാൽ പോറസ് രാജാവിനോടും അലക്സാണ്ടർ ചക്രവർത്തി വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പോറസിൻ്റെ രാജ്യം തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സാമന്ത രാജാവായിട്ട് ആണ് പോറസ് പിന്നീട് കഴിഞ്ഞത്. എല്ലാ യുദ്ധങ്ങളും കഴിയുമ്പോൾ തൻ്റെ പട്ടാളക്കാർക്ക് മാന്യമായ സമ്മാനങ്ങൾ അദ്ദേഹം കൊടുക്കുമായിരുന്നു. ഒരിക്കൽ സമ്മാനങ്ങൾ ധാരാളമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ തന്നെ ചോദിച്ചു, ചക്രവർത്തിക്കൊന്നും വേണ്ടേ സ്വന്തമായി എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്, ഇനിയും എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞത്. അതുപോലെ ഏഷ്യയിലെ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങളെല്ലാം ക്ഷീണിതരാണ്, 8 വർഷമായി ഞങ്ങൾ ഇവിടുന്ന് പോന്നിട്ട് എന്ന് പടയാളികൾ അലക്സാണ്ടറോട് പറഞ്ഞപ്പോൾ, ശരി അങ്ങനെ ആവട്ടെ എന്ന് അദ്ദേഹം പറയുകയും അവർക്കെല്ലാം ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കൊടുത്താണ് അദ്ദേഹം തിരിച്ചു വിട്ടത്. തിരിച്ച് പോയ വഴി അഫ്ഗാനിസ്ഥാനിലെ സമർക്കണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവരെ വിജയങ്ങളെല്ലാം ആഘോഷിക്കുകയും അവിടെ വെച്ച് അലക്സാണ്ടർ ചക്രവർത്തിയെ ഒരു ദേവനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവതുല്യനായ മനുഷ്യനായിട്ട് പ്രഖ്യാപിച്ചു. ഈ അടുത്ത കാലത്ത് അലക്സാണ്ടറിനെ പറ്റി ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അലക്സാണ്ടർ ദ കിങ്, ഗോഡ് ആൻഡ് മാൻ എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറക്കിയുണ്ടായി. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി ഒരു ഇതിഹാസ പുരുഷനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് പ്രത്യേകതകൾ? അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ലോകം ഒന്നാകണം, ലോകമെല്ലാം ഒന്നായിത്തീരണം, ഗ്രീക്ക് സംസ്കാരം എല്ലായിടത്തും പ്രചരിപ്പിക്കണം. ആധുനിക യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഗ്രീക്ക് സിവിലൈസേഷൻ, ഗ്രീക്ക് സംസ്കാരം, അല്ലെങ്കിൽ ഹെലനിക് സിവിലൈസേഷൻ. ഈ ഹെലനിക് സംസ്കാരം ലോകം മുഴുവനും പ്രചരിപ്പിക്കുകയും ഈ കോസ്മോസ്, ഈ പ്രപഞ്ചം, ഈ ലോകം ഒന്നായിത്തീരുകയും വേണം എന്ന് അലക്സാണ്ടർ സ്വപ്നം കണ്ടിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത്. എല്ലാ ജനതകളോടും വളരെ മാന്യമായിട്ട് പെരുമാറി. അദ്ദേഹം വളരെ ഉദാരമതിയായിരുന്നു, സൗമനസ്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കീർത്തി ലോകമെങ്ങും പടർന്നത്. ഇന്നും അദ്ദേഹത്തെ എല്ലാവരും അനുസ്മരിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിയായിട്ട്, വെറും 32 വയസ്സിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിയായി കഴിഞ്ഞ 2200 വർഷമായിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ മഹിമ എല്ലാവരും ഏറ്റുപറയുന്നു. അവസാനമായിട്ട് അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നു, ഈ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും വ്യർത്ഥമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. താൻ മരിച്ചപ്പോൾ അദ്ദേഹം 3 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. താൻ മരിക്കുമ്പോൾ പെട്ടിയിൽ നിന്നും എൻ്റെ 2 കൈകളും പുറത്തേക്കിടണം, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല ഈ ലോകത്ത് നിന്നും എന്നറിയിക്കാനായിട്ടാണ് എൻ്റെ 2 കൈകളും പുറത്തേക്കിടണം എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ വെട്ടിപ്പിടിച്ച സ്വർണവും വെള്ളിയും എല്ലാം എൻ്റെ സംസ്കാരവേളയിൽ വഴിയിൽ വാരി വിതറിയേക്കണം, ഇതെല്ലാം വർത്ത്ലെസ്, വെറുതെയായിപ്പോയി എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ എൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത് 4 ഭിഷഗ്വരന്മാരായിരിക്കണം, 4 ഡോക്ടേഴ്സ് ആയിരിക്കണമെന്ന് പറയുകയുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര ചികിത്സിച്ചാലും എത്ര മരുന്ന് കഴിച്ചാലും മനുഷ്യൻ മരിക്കും എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അറിയണം. അങ്ങനെ നമ്മൾ പറയും, ഇത്ര വളരണമെങ്കിൽ നമ്മൾ അത്ര ചെറുതാകണം എന്ന് പറയുന്ന പോലെ ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, ഇതിൻ്റെ വ്യർത്ഥതയും കൂടി അദ്ദേഹം എടുത്തു കാണിക്കുകയുണ്ടായി. ഇതുകൊണ്ടൊക്കെയാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്നും ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായ ചക്രവർത്തി എന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്.